അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിലേഷൻ സെക്കൻഡ് ഇയറിലെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ടൈപ്പ് പഠിച്ചു. ഇനി നമുക്ക് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാൽ എന്താണെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇപ്പം A equal to set 1, 2, 3, B equal to 2, 4. Then we know what is A cross B. A cross B equal to ordered pair 1, 2, 1, 4, 2, 2, 2, 4, 3, 2, 3, 4. അങ്ങനെയാവുമ്പോൾ എ ക്രോസ് ബിയിൽ 6 ഓർഡേഡ് പെയർസ് ഉള്ള 6 എലമെന്റ്സ് ആവുള്ളൂ. ആ 6 എലമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് എത്ര റിലേഷൻ ഉണ്ടാക്കാം? 2�6. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈക്വൽ ടു 2�6 is equal to 64. അങ്ങനെ 64 റിലേഷൻ ഉണ്ട്. കാരണം എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റ് ആണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. അങ്ങനെയുള്ള 64 റിലേഷനിൽ കുറേ റിലേഷനെ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ആ റിലേഷന് ചില കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ എന്താ കണ്ടീഷൻ? എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത് a relation from set A to set B is said to be a function if every element in A has one and only one image in B. A എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ട് ബന്ധം വേണം. എ എന്ന സെറ്റിലെ ഒരു എലമെന്റിനും ബി എന്ന സെറ്റിലെ ഒന്നിൽ കൂടുതൽ എലമെന്റ് ആയിട്ട് ബന്ധം പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ പാലിക്കുന്ന റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ 64 റിലേഷനിൽ എത്ര റിലേഷൻ, അതിലെ ഏതൊക്കെ റിലേഷൻ ഫംഗ്ഷൻ ആവും? നിങ്ങൾ അറിഞ്ഞു എന്താണെന്നറിയോ? നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈക്വൽ ടു n of b all raised to n of a. ഒരു കാര്യം ഓർമ്മിക്കുക, അവസാനിക്കുന്ന ബി സെറ്റ് എ ടു സെറ്റ് ബി n of b all raised to n of a. ഇവിടെ എ എന്ന സെറ്റിൽ 3 എലമെന്റ്, ബി എന്ന സെറ്റിൽ 2 എലമെന്റ് ആണ്. അപ്പൊ n of b all raised to n of a എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഈക്വൽ ടു 8. 2 ക്യൂബ് n of b all raised to n of a എന്ന് പറഞ്ഞാൽ ഈ 64 റിലേഷനിൽ 8 റിലേഷൻ ആരായി മാറും? ഫംഗ്ഷൻ ആയിട്ട് മാറും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ ഒരേ ഒരു എലമെന്റ് ആയിട്ട് ബന്ധം സ്ഥാപിച്ചു കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന 8 റിലേഷൻ എഴുതാം. ആ 8 റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷൻ എണ്ണവും ബി എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷൻ എണ്ണവും ഈക്വലാണ്. എന്നാൽ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണമെന്നില്ല. എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എലമെന്റിന്റെ എണ്ണം വ്യത്യാസമാണെങ്കിൽ ഇത് നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം B to A, set B to set A equal to എന്താണെന്നറിയോ? അവസാനിക്കുന്ന A കൊണ്ടാ n of A all raised to n of B equal to n of A 3 square equal to 9. അപ്പൊ ഇവിടെ A എന്ന സെറ്റും B എന്ന സെറ്റും ഉപയോഗിച്ചിട്ട് A നിന്ന് B യിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ എണ്ണവും 8ഉം B നിന്ന് A യിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ എണ്ണം 9ഉമാണ്. ഞാനിവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് എഴുതി. എഫ് ഈക്വൽ ടു ഓർഡേഡ് പെയർ 1 2 2 2 3 4. വളരെ ക്ലിയർ ആണ്. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ട് ബന്ധമുണ്ട്. എപ്പോഴും എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ ആ ഫംഗ്ഷനിൽ ഓർഡേഡ് പെയർസിന്റെ എണ്ണം എത്രയായിരിക്കുന്നോ എ എന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉള്ളോ അത്രയും ഓർഡേഡ് പെയർ ഉണ്ടാവാൻ പാടില്ല. അത്ര ഓർഡേഡ് പെയർ ഉള്ള റിലേഷൻ ഒക്കെ ഫംഗ്ഷൻ ആണെന്നല്ല പറയുന്നത്. അതിന് കണ്ടീഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഓർഡേഡ് പെയർ. ആ 3 ഓർഡേഡ് പെയറിൽ ഒരു ഓർഡേഡ് പെയർ എടുത്താൽ ആ ഒരു ഓർഡേഡ് പെയറിലെ രണ്ടാമത്തെ വാല്യൂ ഉണ്ടല്ലോ 2. ഈ ഓർഡേഡ് പെയർ 1 2 2നെ 1ന്റെ ഇമേജ് എന്നും 1നെ 2ന്റെ പ്രീ ഇമേജ് എന്നും വിളിക്കുന്നു. ഇവിടെ 2 2 ഈ 2ന്റെ ഇമേജും ഈ 2ന്റെ പ്രീ ഇമേജുമാണ്. 3 4 3യുടെ ഇമേജാണ്. 4 3യുടെ ഇമേജാണ്. 3 4ന്റെ പ്രീ ഇമേജാണ്. അപ്പോൾ ഒരു ഓർഡേഡ് പെയർ XY കിട്ടിയാൽ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഓർഡേഡ് പെയർ XY പരിഗണിച്ചാൽ ഇത് ഓർഡേഡ് പെയർ XY പരിഗണിച്ചാൽ Y Xന്റെ ഇമേജും X Yന്റെ പ്രീ ഇമേജും ആയിരിക്കും. അതും ഇരിക്കട്ടെ. അങ്ങനത്തെ വേർഡ്സ് നമ്മൾ ഫംഗ്ഷനിൽ പലപ്പോഴും കേൾക്കുന്നതാണ്. ഇമേജും പ്രീ ഇമേജും. Y വാല്യൂ ആണ് Xന്റെ ഇമേജ്, X വാല്യൂ ആണ് Yന്റെ പ്രീ ഇമേജ്.
ഒരു റിലേഷൻ കിട്ടിയാൽ ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ റിലേഷനെ പോലെ തന്നെ ഒന്നാമത്തെ എല്ലാ വാല്യൂസിനെയും സെറ്റിൽ എഴുതിയാൽ ഡൊമൈൻ എന്നും രണ്ടാമത്തെ എല്ലാ വാല്യൂസിനെയും ഒരു സെറ്റിൽ എഴുതിയാൽ റേഞ്ച് എന്നും പറയുന്നു എന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെ. ഇനി ഒരു ഫംഗ്ഷന്റെ വേറൊരു പ്രത്യേകത, ഫംഗ്ഷന്റെ ഡൊമൈൻ എപ്പോഴും എ എന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ എപ്പോഴും എ എന്ന സെറ്റ് തന്നെയായിരിക്കും. കാരണം എ എന്ന സെറ്റിൽ എല്ലാ എലമെന്റും നമ്മളുടെ പരിഗണനയിൽ ഉണ്ടാവും. ഇനി ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ കിട്ടിയാൽ, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ കിട്ടിയാൽ ആ ഓർഡേർഡ് പെയറിനെ ഇങ്ങനെ അറിയപ്പെടുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ് വാല്യൂവിനും കറസ്പോണ്ട് ആയിട്ടുള്ള വൈ വാല്യൂ, ആ വൈ വാല്യൂവിനെ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്നാ പറയുക. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2, എഫ് ഓഫ് 2 ഈക്വൽ ടു 2, എഫ് ഓഫ് 3 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണോ? വെൻ എക്സ് ഈക്വൽ ടു 1 value of function equal to 2, when x equal to 2 value of function equal to 2, when x equal to 3 value of function equal to 4, value of function. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയർ പിന്നെ കുറേ ടൈപ്പ് ഫംഗ്ഷനും ഗ്രാഫും പിന്നെ ആ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചിൻ്റെ പ്രത്യേകത ഒക്കെ പഠിച്ച കുട്ടികളാണ്. അതിലേക്കൊന്നും ഇനി ഞാൻ കടക്കുന്നില്ല. ഇവിടെ പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ മനസ്സിലാക്കേണ്ട ഭാഗത്തേക്ക് മാത്രം ഇനി വരാൻ പോകുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ ഭാഗം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആയാൽ ആ ഫംഗ്ഷന്റെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ 4 ഫംഗ്ഷന് ആരോ ഡയഗ്രത്തിൽ സൂചിപ്പിച്ചു. ഈ ആരോ ഡയഗ്രത്തിൽ സൂചിപ്പിക്കുന്ന 4 ഫംഗ്ഷന്റെയും ചില പ്രത്യേകതകൾ വെച്ചിട്ട് ഞാൻ ആ ഫംഗ്ഷനെ 3 പേരിൽ വിളിക്കുന്നു. ഒന്ന് 1 ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ്റെ ഒരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അതേപോലെ നമ്പർ 2 ഓൺ ടു ഫംഗ്ഷൻ, അതിൻ്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. അതേപോലെ 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ, അതിൻ്റെ വേറൊരു പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് നോക്കുക ഈ 4 ഫംഗ്ഷന്റെ പ്രത്യേകത. ഒന്നാം, ഇവിടെ ഈ 4 ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത ഉണ്ടാകുമോ? എ എന്ന സെറ്റിലെ എലമെന്റ് എല്ലാം ഈക്വൽ. 1 2 3 1 2 3 1 2 3 1 2 3. ബി എന്ന സെറ്റിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. ഇത് 2 4 ആണ്, ഇത് 2 4 6, ഇത് 2 4 6, ഇത് 2 4 6 8. എ എന്ന സെറ്റിലെ ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്ക്. എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് സെയിം ഇമേജ്, 1നും 2നും സെയിം ഇമേജ്. ഇവിടെ ഉണ്ട് അങ്ങനെ. എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് സെയിം ഇമേജ്. ഈ 6 മാറ്റി നിർത്തിയിട്ട് 2ഉം 4 ആണ്, 3ഉം 4 ആണ്. ഇവിടെ അങ്ങനെയല്ല. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിൽ ഡിഫറെന്റ് ഇമേജ് ആണ്. 1ന് 2 ആണ്, 2ന് 4 ആണ്, 3ന് 6 ആണ്. ഇവിടെ അങ്ങനെ തന്നെയാവുള്ളത്. എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജ്. അപ്പൊ ഈ 2 ഫംഗ്ഷനിലും പ്രത്യേകത, ഈ 2 ഫംഗ്ഷനിലും എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് സെയിം ഇമേജ് ഉണ്ട്. ഈ 2 ഫംഗ്ഷനും പ്രത്യേകത, എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജ്. അങ്ങനെ വരുന്ന ഫംഗ്ഷൻ എങ്ങനെ വരുന്നോ? എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജ്. അങ്ങനെ വരുന്ന ഫംഗ്ഷനെയാണ് 1 ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് 1 ഫംഗ്ഷനാ, ഇത് 1 ഫംഗ്ഷനാ. കാരണം എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജ്. ഇത് 2 1 ഫംഗ്ഷൻ അല്ല. കാരണം എ എന്ന സെറ്റിലെ ഡിഫറെന്റ് എലമെന്റിന് സെയിം ഇമേജ്. ഇതിനും സെയിം ഇമേജ്, ഇതിനും സെയിം ഇമേജ്. എ ഫംഗ്ഷൻ എഫ് from set A to set B is said to be 1 function if a different element in A has different image in B. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് x1 not equal to x2 implies f of x1 not equal to f of x2. x1 not equal to x2 implies f of x1 not equal to x2. x1 x2 ആ 1 ഫംഗ്ഷനിലെ 2 x വാല്യൂ വ്യത്യാസമാണെങ്കിൽ y വാല്യൂ വ്യത്യാസമായിരിക്കും എന്നാ പറയുന്നത്. ഇതിനെ വേറെ രീതി പറഞ്ഞാല് f of x1
ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ രണ്ട് y വാല്യൂ ഈക്വൽ ആണ്, ഒരു 1 1 ഫംഗ്ഷനിലെ രണ്ട് y വാല്യൂ ഈക്വൽ ആണ് ആരെങ്കിലും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്തായാലും എന്താ എക്സ് വാല്യൂ ഈക്വൽ ആയിരിക്കും, അല്ലാത്ത ഒരു വകുപ്പുമില്ല. തിരിച്ചും മറിച്ചും പറയാം, രണ്ട് എക്സ് വാല്യൂ വ്യത്യാസമാണെങ്കിൽ അതിന്റെ രണ്ട് y വാല്യൂ വ്യത്യാസമായിരിക്കും. രണ്ട് എക്സ് വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ y വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ രണ്ട് y വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിന്റെ രണ്ട് എക്സ് വാല്യൂ ഈക്വൽ ആയിരിക്കും. If a function f is 1 1, then f of x1 equal to f of x2 implies x1 equal to x2. അല്ലെങ്കിൽ x1 not equal to x2 implies f of x1 not equal to f of x2. ഇത് ലേശം ഇമ്പോർട്ടൻ്റ് ആ കാര്യം കേട്ടോ. അതായത് നമുക്ക് എക്സാമിനൊക്കെ ഒരു ഫംഗ്ഷൻ 1 1 ആണോ എന്ന് ചോദിച്ചാൽ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അത് ഈ ഒരു സംഗതി ഓർമ്മിച്ച് വെച്ചാൽ മതി. f of x1 equal to f of x2 implies x1 equal to x2. പലപ്പോഴും പബ്ലിക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ, എന്ത് ഷോ ദാറ്റ് ഒരു ഫംഗ്ഷൻ തരും ഈസ് 1 1, ഈ ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എ ഫംഗ്ഷൻ എഫ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി സെറ്റ് ടു ബി 1 1 ഇഫ് every element in A has different image in B. Any a function f is not 1 1. A function f is not 1 1 is called a many one function. ഒരു ഫംഗ്ഷൻ 1 1 അല്ല എങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് വിളിക്കുന്നു? മെനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ഇവിടെ നോക്കും നിങ്ങൾ. ഇവിടെ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജെങ്കിലും ഉണ്ട്. ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജെങ്കിലും ഉണ്ട്. ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജെങ്കിലും ഇല്ല. 6 കാലിയ ഉണ്ടോ ഇവിടെ? 6ന് ആരുമായിട്ട് ബന്ധമില്ല. ബന്ധമില്ല എന്നല്ല, 6ന് പ്രീ ഇമേജ് ഇല്ല. ബന്ധം അങ്ങോട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ നോക്കും നിങ്ങൾ, ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ട്. ഇവിടെ നോക്ക്, ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഇല്ല. 4 കാലിയ. അപ്പൊ ഇവിടെ പിന്നെ ഈ രണ്ട് സെറ്റ്സിലും ബിയിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഇല്ല. എന്നാൽ ഈ രണ്ട് സെറ്റിലും ബിയിലെ എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ട്. ബിയിലെ ഒരു സെറ്റും കാലിയായിട്ട് കിടക്കുന്നില്ല, ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ട്. അത്തരം ഫംഗ്ഷനെയാണ് ഓൺ ടു ഫംഗ്ഷൻ അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെഡ് ടു ബി ഓൺ ടു ഫംഗ്ഷൻ if every element in B has at least one pre-image in A. ബിയിലെ എല്ലാ എലമെന്റിനും എയിൽ ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. ബിയിലെ ഒരു എലമെന്റും കാര്യമായിട്ട് കിടക്കരുത്. ആ ഓൺ ടു ഫംഗ്ഷന്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. സർജക്റ്റീവ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് is not on to is called into function. 1 1 അല്ലെങ്കിൽ മെനി വൺ, ഓൺ ടു അല്ലെങ്കിൽ ഇൻറ്റു. ഇൻറ്റുന് മെനി വണ്ണിന് അത്രേ ഡെഫിനേഷൻ വേണ്ടു. 1 1 അല്ലേ മെനി വൺ, ഓൺ ടു അല്ലേ ഇൻറ്റു. ഇനിയിപ്പോ മെനി വൺ അല്ലേ 1 1 എന്ന് പറയലല്ലോ കേട്ടോ, അത് ഒന്നെന്താന്ന് പറയണം. അപ്പൊ എന്താ ഓൺ ടു ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി is said to be an on to function if every element in B has at least one pre-image in A. ഇനി ഈ 4 ഫംഗ്ഷനും പരിശോധിച്ചാൽ ഇത് രണ്ടും വരുന്ന ഏതെങ്കിലുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞു 1 1 അല്ല, എന്നാ 1 2. 1 1 അല്ല, സെയിം ഇമേജ് ഉള്ളതുകൊണ്ട് 1 2 കാരണം എത്തേം കാലിയില്ല. ഇത് 1 1 അല്ല, 1 2 അല്ല. എന്താ 1 1 അല്ലാത്ത? ഡിഫറെന്റ് എക്സ് വാല്യൂ സെയിം ഇമേജ്. എന്താ 1 2 അല്ലാത്തത്? 6ന് ഒരു പ്രീ ഇമേജ് ഇല്ല. ഇത് 1 1 ഡിഫറെന്റ് എക്സ് വാല്യൂന് ഡിഫറെന്റ് വൈ വാല്യൂ. 1 2 കാരണം എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ട്. ഇത് 1 1 ഡിഫറെന്റ് എക്സ് വാല്യൂന് ഡിഫറെന്റ് വൈ വാല്യൂ. 1 2 അല്ല കാരണം 4ന് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ രണ്ടും ആവുന്നത് എവിടെയാ? ഇതാ മൂന്നാമത്തെ റിലേഷൻ. ഇത് 1 1 1 2. A function f is said to be 1 1 and on 2 if it is both 1 1 and on 2. അത്രയേ ഉള്ളൂ. A function f is said to be 1 1 and on 2 function if it is both 1 1 and on 2.
ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇവിടെ ഈ 4 ഫംഗ്ഷനും പരിശോധിച്ചാൽ നമുക്കൊരു പ്രത്യേകത കാണാം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നിർബന്ധമായിട്ടും 1 1 ഓൺ 2 ആവണമെങ്കിൽ, രണ്ടും ആവണമെങ്കിൽ എ എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണവും ബി എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം, എന്നാലേ ആവും. അത്തരം ചില പോയിന്റുകൾ വെച്ചിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മൾ 1 1 ഓൺ 2 1 1 ആൻഡ് ഓൺ 2 ഒക്കെ പഠിച്ചു വെക്കുമ്പോൾ അതിൻ്റെ മർമ്മം ആലോചിക്കണം. എപ്പോഴും എന്തെങ്കിലും ബൈനാട്ട് പഠിച്ചു വെക്കണം. അതുകൊണ്ട് ആദ്യം ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആവണമെങ്കിൽ എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എലമെന്റിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ 1 1 ഓൺ 2 ഫംഗ്ഷൻ ആവാൻ n of a ഈക്വൽ ടു n of b, എ എന്ന സെറ്റിലെ എണ്ണവും ബി എന്ന സെറ്റിലെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. എന്നാലേ ഇത് 1 1 അല്ല, ഇത് 1 1 അല്ല, ഇതും 1 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെ 1 1 ആവാൻ കാരണം എന്താണ്? ഒന്നുകിൽ എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെ എലമെന്റിനെ ഈക്വൽ ആയിരിക്കുക, അല്ലെങ്കിൽ എ എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണം ബി എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണത്തെക്കാട്ട് കുറവായിരിക്കുക. n of a less than or equal to n of b, അന്നേരം 1 1 ഫംഗ്ഷൻ ഉണ്ടാവും. n of a less than or equal to n of b, അന്നേരം 1 1 ഫംഗ്ഷൻ ഉണ്ടാവും. n of a greater than or equal to n of b, ഇത് 1 2 ആണ്. കാരണം n of a greater than or equal to n of b. 1 2 ഫംഗ്ഷൻ ആവണമെങ്കിൽ n of a greater than or equal to n of b. 1 1 ഫംഗ്ഷൻ ആവണമെങ്കിൽ n of a less than or equal to n of b. ഇനി 1 1 ഓൺ 2 ആവണമെങ്കിൽ n of a equal to n of b. ഇനി ഒരു പ്രശ്നത്തില്ല. if n of a equal to m and n of b equal to n, n കൺഫ്യൂഷൻ ഉണ്ടാവരുത്. n of a equal to m, n of b equal to n, then ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അത് പബ്ലിക് എക്സാം ആയാലും എൻട്രൻസ് എക്സാം ആയാലും നമുക്ക് ഉപകാരമുള്ളൊരു കാര്യം. അതായത് നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഈക്വൽ ടു n raised to m. നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം ബി ടു എ m raised to n ആയിരിക്കും. ഞാനിവിടെ എ ടു ബി മാത്രം പറയട്ടെ. നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം set A to set B equal to n raised to m. Number of 1 1 function from A to B, NCM into m factorial. NCM into m factorial. എന്തായാലും 1 1 ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? if m less than or equal to n. നേരത്തെ ഞാൻ പറഞ്ഞു. അഥവാ m greater than or equal to n ആണെങ്കിൽ 1 1 ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. 1 1 ഫംഗ്ഷന്റെ എണ്ണം 0 ആയിരിക്കും. ഇപ്പോൾ പബ്ലിക് എക്സാം ഇങ്ങനെ ഒരു ചോദിച്ചു n of a equal to 3, n of b equal to 2, നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻ ഫ്രം a to b equal to dash. കുറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും എഴുതിയൊക്കെ കേട്ടോ 0 ആയിരിക്കും. കാരണം m greater than or equal to n ആണെങ്കിൽ 1 1 ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റൂല, 0 ആയിരിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. ഇനി നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻ ഫ്രം a to b, കുറച്ച് ഓർമ്മിച്ചൊക്കെ ഫോമില്ല കേട്ടോ. സിഗ്മ r equal to 1 to n minus 1 all raised to n minus r NCR r raised to m. ഒന്നുകൂടെ സിഗ്മ r എന്ന് പറയുന്നത് എന്നിൻ്റെ ഇപ്പം രണ്ടാമത്തെ ബി എന്ന സെറ്റിൽ 3 എലമെൻ്റ് ഉള്ളെങ്കിൽ r equal to 1 to 3. രണ്ടാമത്തെ സെറ്റിൽ ബി എന്ന സെറ്റിൽ 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ r equal to 1 to 5. Sigma r equal to 1 to n minus 1 all raised to n minus r NCR r raised to m. കണ്ടീഷൻ എന്താ? if m greater than or equal to n, m അഥവാ എ എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണം ബി എന്ന സെറ്റിലെ എലമെന്റിന്റെ എണ്ണത്തെക്കാട്ട് കൂടിയാലേ നമുക്ക് 1 2 ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അഥവാ കുറഞ്ഞു പോയാലോ 1 2 ഫംഗ്ഷന്റെ എണ്ണം 0 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് 1 1 ആൻഡ് 1 2 ഫംഗ്ഷൻ ഫ്രം എ ടു ബി m ഫാക്ടോറിയൽ if m equal to n. ഒന്ന് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, 0 ആയിരിക്കും 1 1 1 2 ഫംഗ്ഷന്റെ എണ്ണം അഥവാ ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ എണ്ണം if m not equal to n. അപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷന്റെ എണ്ണം NCM into m ഫാക്ടോറിയൽ if m less than or equal to n. ഇനിയിപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 0.
സർജക്റ്റീവ് ഫംഗ്ഷന്റെ എണ്ണം സിഗ്മ ആർ ഈക്വൽ ടു 1 to n മൈനസ് 1 ഓൾ റേസ് ടു n മൈനസ് ആർ എൻ സി ആർ ഇൻറ്റു ആർ റേസ് ടു എം ഇഫ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇഫ് എം ലെസ് ദാൻ n 0. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എം ഫാക്ടോറിയൽ ഇഫ് എം ഈക്വൽ ടു n. ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 7. Let f be a function defined on R given by f of x equal to 2x plus 1. ഒന്നുകൂടെ, let f be a function defined on R real number given by f of x equal to 2x plus 7. Show that f is 1 function. Let's check whether f is 1. നിങ്ങൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ തന്നിട്ട് 1 ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എഫ് ഈസ് എ 1 ഫംഗ്ഷൻ ദെൻ x1 not equal to x2 implies f of x1 not equal to f of x2, or f of x1 equal to f of x2 implies x1 equal to x2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 7 എന്ന് തന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 7. then what is f of x1? 2x1 plus 7 equal to 2x2 plus 7, which implies cancelling both 7, 2x1 equal to 2x2 implies cancelling both 2, x1 equal to x2. ഇതാണ് 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ. if f is 1 f of x1 equal to f of x2 implies x1 equal to x2. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻ ഒക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി വേറൊരു ഫംഗ്ഷൻ, ഞാൻ അടുത്ത ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്നത് റിയൽ നമ്പറിന്റെ കേസ് തന്നെയാണ്. let f of x be a function defined on R given by f of x equal to 2x square minus 3. ഇതുപോലെ എഴുതി വെക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് 2x1 square minus 3 equal to 2x2 square minus 3, which implies cancelling both minus 3, 2x1 square equal to 2x2 square, which implies cancelling both 2, x1 square equal to x2 square, which implies real number കേസിൽ x1 സ്ക്വയർ x2 സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ x1 x2 ഈക്വൽ ആവണമെന്നില്ല, x1 x2 ഈക്വൽ ആവണമെന്നില്ല. കാരണം -1 സ്ക്വയറും +1 സ്ക്വയറും ഈക്വലാണ്, -2 സ്ക്വയറും +2 സ്ക്വയറും ഈക്വലാണ്. അപ്പോൾ x1 സ്ക്വയർ x2 സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ x1 x2 ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ റിയൽ നമ്പറിന്റെ കേസിൽ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x square minus 3 എന്തല്ല? 1 ഫംഗ്ഷൻ അല്ല. അത് സെഡിന്റെ കേസിലും 1 അല്ല കേട്ടോ. എന്നാൽ let f of x be a function defined on n, f of x equal to 2x square minus 3 എന്ന് പറഞ്ഞാൽ ഈ x1 not equal to x2 എന്ന് എഴുതുന്നത് തെറ്റാണ്, x1 equal to x2 ആയിരിക്കും. കാരണം അവിടെ n എന്ന് പറയുന്ന സെറ്റിലാണ് നമ്മൾ ഫംഗ്ഷൻ പരിഗണിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് നമ്പർ പരിഗണിക്കേണ്ട? നെഗറ്റീവ് നമ്പർ പരിഗണിക്കേണ്ട, റിയൽ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ x1 not equal to x2 എന്ന് എഴുതണ്ട, x1 equal to x2 എന്ന് എഴുതാം.